ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. അങ്ങനെ നമ്മുടെ ഈ ആഴ്ചത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 2-3 ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നെന്തായാലും പുറത്തേക്കൊന്നും പോകണില്ല. ഈ താമസ സ്ഥലത്തുള്ള പരിപാടികളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നല്ല ഗംഭീര മഴയായിരുന്നു. 2 ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് നല്ല വെയിലും വെയിലാണെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല. നമ്മളിപ്പോൾ വേറൊരു അക്കോമഡേഷനിലേക്ക് മാറിയിട്ട് കിട്ടാം. ഞാൻ മുന്നേ ഉണ്ടായിരുന്ന അക്കോമഡേഷൻ ഇതാ അവിടെയായിരുന്നു, ആ ടെസ്കോടെ അവിടെ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇന്ന് രാവിലെ എന്താ കഴിക്കണമെന്നൊക്കെ കാണിക്കാൻ ഞാൻ ഇപ്പോൾ ഉള്ളത് അടുക്കളയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിക്കാൻ പോകുന്നത് നൂഡിൽസാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചായ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചായയുടെ പണി ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചായയും നൂഡിൽസൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിക്കണം. ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും തീരട്ടെ, എന്നിട്ട് നമുക്ക് വാഷിങ്ങിനും മറ്റു പരിപാടികൾക്കൊക്കെ പോകാം. വെയിലാണെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല. 14 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഫീൽസ് ലൈക്ക് 9 ഡിഗ്രി. പിന്നെ ഒന്ന് പുറത്തേക്കൊന്നും പോകാത്ത കാരണം വലിയതായിട്ട് തണുപ്പ് തോന്നുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ. എന്തായാലും ഇന്ന് നമുക്ക് വാഷിങ്ങിന് പോകാം. അപ്പോൾ ആ ഭാഗങ്ങൾ കൂടി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നെയ്ക്ക് കുറച്ച് സോസും മയണൈസും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ കഴിച്ച് തുടങ്ങാം. സോസ് ഒഴിച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. ഇതാണ് നമ്മളന്നത്തെ രാവിലത്തെ ഭക്ഷണം. ഇന്ന് നമ്മളെ റിസപ്ഷനിൽ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വീട്ടുകാർ കൊടുത്തയച്ചതായിരുന്നു. അവൻ ലണ്ടനിലാണ്. ലണ്ടനിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി. ഇതൊന്നും പൊട്ടിച്ച് നോക്കണം. ഗായ്സ്, ഇപ്പോൾ സമയം 7:30 രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ കൂലി കഴിച്ച് പിന്നെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ നേരത്തെ ചായ കുടിക്കാൻ വരുന്നതാണ്. കുറച്ച് നേരം വൈകി. അപ്പം ഇനി ചായ കുടിച്ചിട്ട് വേണം വാഷിങ്ങിന് കൊണ്ടുപോകാൻ. പുതിയ അക്കോമഡേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അവിടുത്തെ ലോണ്ടറി റൂമിലേക്ക് പോയി വെക്കട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇനി കാണാം. അങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ചായ കുടി തുടങ്ങി. നല്ല അടിപൊളി കൊക്കുവടിയും കാപ്പിയും. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അവിടെയൊക്കെ കൊക്കുവട എന്നാണ് പറയുന്നത്. ഗായ്സ്, അങ്ങനെ അപ്പോൾ ലോണ്ടറി റൂമിലേക്ക് പോവുകയാണ്. ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് അതുള്ളത്. അപ്പോൾ മുന്നേ ഞാൻ നിന്നിടത്ത് സെയിം ബിൽഡിംഗ് ആണെങ്കിൽ പുറത്ത് കൂടെ ഒരു ഡോറ് തുറന്നിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഇത് -1-ലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ളത് കാണിച്ചു തരാം. ഇവിടെ UK വന്നാൽ നമുക്ക് സർക്യൂട്ട് ലോണ്ടറി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ. എന്നിട്ടാണ് നമ്മൾ വാഷിങ്ങൊക്കെ ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ലിഫ്റ്റ് വരാൻ വേണ്ടി കാത്തിക്കുകയാണ്. ഇതിലേതാണോ വരിക? അത് വന്നു. അങ്ങനെ നമ്മളെ പുതിയ അക്കോമഡേഷനത്തെ ലോണ്ടറി റൂമിലേക്ക് എത്തി. ഇവിടെ 4 വാഷിംഗ് മെഷീനും 4 ഡ്രയറാണുള്ളത്. പിന്നെ ഇവിടെ വാഷിങ്ങിന് 3 പൗണ്ട് 80 പെൻസാണ് കാണിക്കുന്നത്. ഡ്രയറിന് 2.5 പൗണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അവിടത്തേക്കാളും കുറച്ച് വില കൂടുതലാണ് ഇവിടെ. ഇനി പുതിയ അക്കോമഡേഷനിലെ ഫസ്റ്റ് തിരുമ്പലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുണിയൊക്കെ കാണാം. തുണി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇതിൽ കിടന്ന് കറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വീണ്ടും ആ ഡ്രയറിൽ കൊണ്ടുപോയിട്ട് ഇടണം. അപ്പോൾ നമുക്കിനി അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മളിതാ വാഷിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 3.5 പൗണ്ടാണ് വാഷിങ്ങിന്. പിന്നെ ഡ്രയറിന് 2.5 പൗണ്ട്, അല്ല 3.80 വാഷിങ്.
ഇവിടെ 39 മിനിറ്റ് ആയിരുന്നു അലക്കാനുള്ള സമയം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 38 മിനിറ്റായി. ഞാൻ നേരത്തെ നിന്നിരുന്നോടത്ത് 35-30 മിനിറ്റ് ആയിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ സമയം കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് നമ്മളെടുത്തിട്ട് ഈ ഡ്രയറിൽ കൊണ്ടുവരണം. ഡ്രയറിൽ ഏകദേശം 1 മണിക്കൂറാണ്. അപ്പം ഞാൻ ഭാഗം ആകുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ തുണി എടുക്കാനായിട്ട് ഡ്രയറിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ഓപ്പൺ ഡോർ കാണിച്ചിട്ട് ഇനി നമ്മളെന്നിട്ട് ഇട്ട് കൊണ്ടുപോകാം. അതാണ് നമ്മളുടെ വാഷിംഗ് പരിപാടി. വേറെ ആൾക്കാരൊക്കെ ഡ്രയറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് തുണി എടുത്തിട്ട് പോകാം. അങ്ങനെ ആ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അടുക്കളയിലെത്തി. ഇനി രാത്രിയിലത്തെ കുക്കിംഗ് ആണ്. ഇന്ന് നമ്മൾ ചോറും കറികളും പിന്നെ ബ്രൊക്കോളി തോരനാണ്. അതിനായിട്ട് ബ്രൊക്കോളി കഴുകി വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, സബോള, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മുന്നേയും കഴിച്ചിട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു തോരൻ ടൈപ്പ്. എന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അരിഞ്ഞു വരുമ്പോൾ ഈ ബ്രൊക്കോളി ഇതുപോലെ ഉണ്ടാവും. നമ്മുടെ ഒരു ചീരയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതായതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വാട്ടുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി മോരുകറിയാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബ്രൊക്കോളി തോരനായിട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഡിയോയും വോയിസും സെപ്പറേറ്റ് എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ നമ്മൾ 2 മുട്ട ഓംലെറ്റ് അടിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡാണ് ഈ കാണുന്നത്. മുട്ട ഓംലെറ്റ്, പിന്നെ ബ്രൊക്കോളി തോരൻ, അച്ചാറ്, ചോറ്, പിന്നെ മോരുകറി. ഗായ്സ്, ഇന്ന് നടന്നതിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഇത്തവണ വിൻ്റർ നേരത്തെ എത്താനാണ് സാധ്യത. ഇതെൻ്റെ ഒരു കണക്കുകൂട്ടലാണ്, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അങ്ങനെ തണുപ്പ് കാലം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്ന പോലെ ഇപ്പോഴും പുറത്ത് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.